ജീവിക്കുന്നത്. സോ പഴമയിലോ പുതുമയിലോ ആർ വി ഓൾഡ് ഓർ ന്യൂ ഇൻ അവർ എക്സിസ്റ്റൻസ്? ഓക്കെ, സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ പുരാതനമായ കാര്യങ്ങളെ, പഴയ ജീവിത രീതികളെ, നമ്മളുടെ ഏജ് എപ്പോഴും മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അത് ഏത് വ്യക്തിയായാലും ഈ ലോകമായാലും ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതായത് കൂടിക്കൂടി വരും. അതേസമയം അതിനോടൊപ്പം തന്നെ പലവിധമായ വ്യതിയാനങ്ങൾ ലോകത്തിലും വ്യക്തികളിലും സമൂഹത്തിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അതിനെ കണ്ടതും മുന്നേറിയതും സമാധാനവും ശാന്തതയും സന്തോഷവും അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ എന്നെ എത്തിച്ചത് എങ്ങനെയാണ് എന്നതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ കൂടി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഏജ് നമ്മൾ മുന്നോട്ട് പോകും, അതായത് നമ്മളെല്ലാവരും ഓൾഡ് ഏജിലേക്ക് പോകും. പക്ഷെങ്കിൽ കാലവും അതിൻ്റെ ഓട്ടത്തിൽ പലവിധമായ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ നമ്മളുടെ കൾച്ചറും ട്രഡീഷന്, നമ്മുടെ റിലീജിയസ് ബിലീവ്സ് ഒക്കെ കാലഹരണപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കെത്തും. കാരണം ഇതൊക്കെയും നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ, നമ്മളുടെ സമൂഹത്തിൻ്റേതായ വ്യതിയാനങ്ങളെ ഒക്കെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര മുന്നേറിയാലും നമ്മുടെ വയസ്സ് മുന്നേറുന്നതിനോടൊപ്പം കാലത്തിൻ്റെ ചേഞ്ചുകളെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ തുടക്കത്തിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം നമ്മുടെ തിങ്കിങ്ങിൽ, ചിന്താഗതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ജീവിത ശൈലികൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഓക്കെ, അത് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതും കണ്ടതുമായ എൻ്റെ ഇടപെടലുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾക്ക് പലപ്പോഴും പഴയ കാര്യങ്ങളിൽ നമ്മൾ പിടിച്ചിരിക്കും. അതായത് ഞാൻ പണ്ട് ഇന്നതായിരുന്നു കഴിച്ചിരുന്നത്, ഇന്ന് ഞാൻ ഇന്നതാണ്, എനിക്കത് പറ്റുന്നില്ല. ശരിയാണ്, നമുക്ക് ഇഷ്ടമുള്ളത് അവൈലബിൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവൈലബിളായിട്ടുള്ളത് നമ്മൾ കഴിക്കണം. നമ്മൾ പലരും ആഹാരത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ കുറേ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കും. എന്നാൽ നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ